എമ്പുരാൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം. ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ എമ്പുരാനിൽ ഉണ്ടെന്ന് ആരോപിച്ച് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘം രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ കമ്പത്ത് നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനം ഉപരോധിക്കും. എമ്പുരാനിലെ ചില രംഗങ്ങളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അധിക്ഷേപിക്കുന്നുണ്ടെന്നും കരാർ പ്രകാരം തമിഴ്നാടിനുള്ള താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ചിത്രീകരിച്ചെന്നുമാണ് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക സംഘത്തിന്റെ വാദം. ഇതെല്ലാം റീസണാ സാർ? അതുക്ക് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള കമ്പത്തെയും തേനിയിലെയും ധനകാര്യ സ്ഥാപനങ്ങൾ ഉപരോധിക്കാനാണ് കർഷക സംഘത്തിന്റെ നീക്കം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണാ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അണക്കെട്ടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് സംഘടനയുടെ ആവശ്യം. രണ്ട് പല്ലൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? കേരളത്തിലെ വലതുசாரிகள் எதிர்ப்பு தெரிவித்ததும் 17 கட்டு கொடுத்தீங்கல்ல, அது மாதிரி முல்லைப்பெரியாறு குறித்த காட்சிகளை நீக்கிவிட்டு படத்தை திரையிட்டால் பிருத்திவிராஜ் சுகுமாரனுக்கு வரவேற்பு, கோகுலம் கோபாலனுக்கு எதிரான போராட்டத்தை நிறுத்திக் கொள்வோம். இல்லை என்று சொன்னால் தமிழகம் முழுவதும் போராட்டம் வெடிக்கும். അണക്കെട്ടുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ എല്ലാ ജില്ലകളിലും പ്രതിഷേധിക്കും. എമ്പുരാൻ ബഹിഷ്കരിക്കാനും സംഘടന ആഹ്വാനിച്ചു. ഈ ഗ്രാമത്തിലെ തൊഴിലാളി വർഗവും തൊഴിലില്ലാത്ത വർഗവും ചക്രവാണിക്ക് പിന്നിൽ അണിനിരക്കും. ഇത് സത്യം. ഇതിനിടെ ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി മുന്നേറുകയാണ്. ഞാൻ വന്നപ്പോ മുതലുള്ള ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ?